ഹലോ ഗായ്സ്, വെൽക്കം ടു വീക്കിലി അനാലിസിസ് വീഡിയോ. നമ്മൾ എല്ലാ വീക്കിലും കഴിഞ്ഞ വീക്കിലും മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വീക്കിലി അനാലിസിസ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇൻവെസ്റ്ററോ അതല്ല ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് റീക്യാപ്പ് ചെയ്യാം എന്താണ് കഴിഞ്ഞ വീക്കിൽ സംഭവിച്ചതെന്ന്. മാർക്കറ്റ് ഓൾ ടൈം ഹൈന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് നമ്മുടെ മാർക്കറ്റ് 23,250 വരെയാണ് നമുക്കൊരു ഷാർപ്പ് സെല്ലിംഗ് തന്നത്. സോ ഷാർപ്പ് സെല്ലിംഗ് എന്ന് വെച്ചാൽ ഇത് ഓൾ ടൈം ഹൈന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെല്ലിംഗ് പ്രഷറോടെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിൽ ഒഴിച്ച് ബാക്കിയുള്ള ക്യാൻഡിലൊക്കെ നമുക്കൊരു റെഡ് ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയത്. കഴിഞ്ഞ വീക്കിലെ ഫ്രൈഡേയിൽ ഉണ്ടായ ഒരു ഷാർപ്പ് ബൈയിങ്, ഒരു ഹ്യൂജ് ക്യാൻഡിലാണ് ഡെയിലി ക്യാൻഡിൽ ക്രിയേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആ വീക്കിൽ നല്ലൊരു റിവേഴ്സൽ തന്നിട്ടാണ് നമുക്ക് ക്ലോസ് ആയത്. ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് അവിടെ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇനി മാർക്കറ്റ് ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ വീക്കിൽ ഒരു ഇവന്റ്സ് നടന്നത്. അതായത് ഇലക്ഷൻ റിസൾട്ട്, മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ റിസൾട്ട് റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായിട്ട് വന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് നെക്സ്റ്റ് ഈ ഒരു വീക്ക് തുടങ്ങിയത് തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടാണ് മാർക്കറ്റ് തുടങ്ങിയത്. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഒരു 3 ദിവസം മാർക്കറ്റ് ഒരു റേഞ്ച് ബോണ്ട്, അതായത് ഒരേ ഒരു റേഞ്ചിൽ 24,350 24,150 എന്നുള്ള ഒരു റേഞ്ചിനകത്ത് ഒരു 3 days കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡിംഗ് നടന്നു. അതിനുശേഷം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തത് മാർക്കറ്റ് ഒരു ബൈയിങ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇൻ കേസ് മാർക്കറ്റ് 24,350 എന്ന ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ കഴിഞ്ഞ വീക്കിലെ എക്സ്പയറി ഡേ ആയിരുന്നു, അതായത് വ്യാഴാഴ്ച മന്ത്ലി എക്സ്പയറി ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ. അന്നത്തെ ദിവസം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ട് മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ്, അതായത് ഇലക്ഷൻ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. സോ അതിനുശേഷം ഫ്രൈഡേ നമുക്ക് ചെറിയൊരു റിക്കവറി, അതായത് ആ ഒരു ഷാർപ്പ് സെല്ലിങ്ങിനെ മാർക്കറ്റ് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത്, അതായത് മുമ്പുണ്ടായിരുന്ന ആ ഗ്യാപ്പ് ഒരു റിക്കവറി ആയിട്ട് മാർക്കറ്റ് ഇപ്പോൾ 24,131 എന്നുള്ള റേഞ്ചിൽ ക്ലോസ് ആയിട്ടുണ്ട്. എനിവേ കഴിഞ്ഞ വീക്കിൽ FIA 5,026 crore സെല്ലിങ്ങും DIA 6,924 ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഇലക്ഷന് ശേഷമുള്ള റിക്കവറിയിൽ ഒരു 3 ദിവസം FIA സെല്ലിംഗ് സൈഡ് വന്നിരുന്നു. പക്ഷെ സെല്ലിംഗ് സൈഡിൽ നിന്ന് ബൈയിങ് സൈഡിലേക്ക് മാറിയിരുന്നു. കഴിഞ്ഞ കുറെ ട്രേഡിംഗ് സെഷനിൽ അവർ സെല്ലിംഗ് മാത്രം ചെയ്തിട്ട് കുറച്ചൊരു 3 ദിവസം ബൈയിങ്ങിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത് വീണ്ടും ബൈയിങ്ങിൽ വന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മാർക്കറ്റ് ബൈയിങ് സൈഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി നമ്മൾ കണ്ടത്. പക്ഷെ അതിന് പകരമായിട്ട് കഴിഞ്ഞ എക്സ്പയറി ഡേ ആണ് നല്ലൊരു ഹെവി സെല്ലിംഗ് അവർ നടത്തി വീണ്ടും സെല്ലിംഗ് സൈഡ് തന്നെ അവർ മാറിയിട്ടുണ്ട്. സോ ഇന്ത്യൻ റൂപ്പീസ് നോക്കുകയാണെങ്കിൽ ഒരു ലോവർ ലെവലാണ്, 84,049 എന്ന ലെവലിലാണ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പീസ് അഗെയിൻസ്റ്റ് ഡോളറിനെതിരെ നിൽക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെയുള്ള ഡാറ്റാസുകൾ നോക്കുമ്പോൾ ഇപ്പോഴും മാർക്കറ്റിൽ ഒരു ബെയറിഷ്നെസ് തന്നെ കാണാൻ പറ്റുന്നത്. അത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന GDP ഡാറ്റയാണ്. GDP ഗ്രോത്ത് ഡാറ്റ 5.4% ആണ് വന്നത്. എക്സ്പെക്റ്റഡ് 6.5% ആണ്. ഒരു നല്ലൊരു ഗ്രോത്തിൽ നല്ലൊരു കുറവ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായത് 6.7 ആണ്. അവിടെ നിന്നാണ് നമുക്കിപ്പോൾ 5.4% എന്നുള്ള ഇത് കുറഞ്ഞിട്ട് ഇതൊരു ബിയറിഷ്നെസിന്റെ ഒരു, അതായത് മാർക്കറ്റിന്റെ എക്കണോമിക്കലി ഗ്രോത്ത് കുറയുന്നതിന്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനിയും സെല്ലിംഗ് സൈഡ് പോകുമോ എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഇപ്പോൾ വീണ്ടും ആ ഒരു മാർക്കറ്റിന്റെ ബെയറിഷ്നെസിനെ ബാധിക്കുന്ന ഒരു ഡാറ്റ ആയതുകൊണ്ട് തന്നെ GDP ഗ്രോത്ത് ഡാറ്റ ഇത്രയും കുറവ് വന്നത് 2 വർഷത്തിലെ ഏറ്റവും കുറവ് ഡാറ്റയാണ്, കുറവ് വളർച്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റിയത്. സോ ഇത്രയും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷം ഈ സമയം ഉണ്ടായിരുന്നത് 7.2% ആണ്. സോ ഇതാണ് ഏറ്റവും കുറവുള്ള കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലെ ഏറ്റവും കുറവ് GDP ഗ്രോത്ത് ഡാറ്റയാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ ഇതിനെ റിക്കവർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെയും സ്പെഷ്യലി RBIയുടെ ഭാഗത്തുനിന്ന് ഒരു
നല്ലൊരു നടപടികൾ ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റിൽ ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. ഇനി നമുക്ക് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഒരു റിക്കവറി ആയിട്ടുണ്ട്. നിഫ്റ്റി മെറ്റൽ നോക്കുകയാണെങ്കിൽ 2.12% അപ്പായിട്ടാണ് ക്ലോസ് ആയത്. നിഫ്റ്റി IT ചെറിയൊരു 0.43% മൈനസിലാണ് ക്ലോസ് ആയത്. നിഫ്റ്റി ഫാർമ 1.27% അപ്പും നിഫ്റ്റി എനർജി 2.72 അപ്പും. PSU ബാങ്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്കവറി ആയത് 4% 7% PSU ബാങ്ക് റിക്കവറി ആയിട്ടുണ്ട്. FMCGയും 1.73% റിക്കവറി ആയിട്ടുണ്ട്. ഇതിൽ നിഫ്റ്റി ഓട്ടോവും നിഫ്റ്റി IT ആണ് കുറച്ച് ബിയറിഷ്നെസ് കാണിച്ചിട്ട് ക്ലോസ് വന്നത്. സോ ഇതൊക്കെയാണ് ഓവറോൾ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് അടുത്ത വീക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാറ്റ എന്നുള്ളത് GDP ഡാറ്റയ്ക്ക് എങ്ങനെയാണ് മാർക്കറ്റിന്റെ റിയാക്ഷൻ എന്ന് നമുക്ക് തീർച്ചയായിട്ടും നോക്കണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ മൺഡേ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റിന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് മൺഡേ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ നമ്മുടെ മാർക്കറ്റ് അത്രയധികം ഡാറ്റ ഡ്രിവൺ മാർക്കറ്റ് അല്ല. ഒരു ന്യൂസ് എന്തെങ്കിലും ഒരു GDP അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡാറ്റാസ് വന്ന് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ള ഒരു മാർക്കറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു ഡാറ്റ വന്നതുകൊണ്ട് മാർക്കറ്റ് ബിയറിഷ് ആയി പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇവിടെ കാണേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ബിയറിഷ് ആണ്. സോ ബിയറിഷ് ആയ ഒരു മാർക്കറ്റ് വീണ്ടും ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ചെറിയൊരു ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് മൺഡേയിലുള്ള മാർക്കറ്റിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്. GDP ഗ്രോത്ത് ഡാറ്റയ്ക്ക് ഒരു നല്ല സെല്ലിങ്ങിലേക്ക് വീണ്ടും പോവുകയാണോ, അതല്ല മാർക്കറ്റ് ഈ ഒരു ഫ്രൈഡേ ഉണ്ടായ റിക്കവറി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നത് മാത്രമാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് എന്ന് പറയുന്നത് 24,350 ആണ്. ആ ലെവൽസിലാണ് കഴിഞ്ഞ 4 ദിവസം 4 ട്രേഡിംഗ് ഡേ സപ്പോർട്ട് എടുത്തത്. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ബൈയിങ് സൈഡ് നോക്കാം. അതല്ല ഇന്നത്തെ ഈ ഫ്രൈഡേ ഉണ്ടായ ആ ഒരു റിക്കവറി മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിംഗ് സൈഡ് നോക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നല്ലത്. കാരണം മാർക്കറ്റിന്റെ റിയാക്ഷൻ മനസ്സിലാക്കി മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതൊക്കെയാണ് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് ചാർട്ടും കൂടി നോക്കാം. ചാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. സോ നമുക്ക് ഏതായാലും മന്ത്ലി ചാർട്ട് മുതൽ തുടങ്ങാം. കാരണം നവംബർ മന്ത് ക്ലോസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡിസംബർ മന്തിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് മൺഡേ മുതൽ കടക്കാൻ പോകുന്നത്. സോ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നവംബർ മന്തിലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹാമർ ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സെല്ലിങ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു നല്ലൊരു റിവേഴ്സലി ക്യാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഒന്നെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ അടുത്ത മാസം ക്രിയേറ്റ് ആവണം. അതായത് ഈ ഒരു പാറ്റേൺ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് മാർക്കറ്റിൽ ഒരു റിവേഴ്സലി എക്സ്പെക്ട് ചെയ്യാം. ഇനി അതല്ല ഈ ഒരു ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു സെല്ലിംഗ് സൈഡിലേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ വെക്കാം. സോ ഇനിവേ നമുക്ക് ഈ ഒരു ക്യാൻഡിന്റെ ഇവിടെ അതായത് ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കാണുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് സൈഡിലേക്ക് തന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എനിവേ നമുക്ക് മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് തരികയാണെങ്കിൽ നമുക്ക് ആ മന്തിൽ ഒരു പ്രോബബ്ലി നമുക്ക് ഒരു ബൈയിങ് സൈഡ് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ അതായത് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു വിക്ക് ലോവർ സൈഡ് അതായത് മാർക്കറ്റ് ഫസ്റ്റ് സെല്ലിങ്ങിലേക്ക് വരുന്നു, റിക്കവറി ആവുന്നു, സെല്ലിങ്ങിലേക്ക് വരുന്നു, റിക്കവറി ആവുന്നു, സെല്ലിങ്ങിലേക്ക് വരുന്നു. ഈ മാസം അങ്ങനെ തന്നെയാണ്, സെല്ലിങ്ങിലേക്ക് വരുന്നു, റിക്കവറി ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാനുള്ളത് മാർക്കറ്റ് ഇനിയും ഈ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതല്ല വീണ്ടും ഇതേ ടൈപ്പ് ക്യാൻഡിൽ ഇനിയിപ്പം വീണ്ടും സെല്ലിങ്ങിലേക്ക് വന്നു, വീണ്ടും മാർക്കറ്റ് മന്ത് എൻഡോടെ റിക്കവറി ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും പ്രോബബ്ലി കിട്ടുക. അപ്പോൾ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. അതായത്
നിഫ്റ്റിയിൽ നമുക്കൊരു ബുള്ളിഷ് പാറ്റേൺ ആണെങ്കിൽ ഇവിടെ കാണുന്നത് ഒരു ഇൻഡിസിഷൻ ആണ്. മാർക്കറ്റിൽ കഴിഞ്ഞ കുറെ നാളുകളുടെ ഒരു പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിലും കൂടി നോക്കാം. വീക്കിലി ക്യാൻഡിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കാം. സോ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ അതിനുശേഷം ഈ വീക്കിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ ആണെങ്കിലും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീക്കിന്റെ ഒരു അപ്സൈഡിലാണ്. അതായത് മാർക്കറ്റ് ഒരു ബൈയിങ് മൂവ്മെന്റ് തന്നെ തന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ വീക്കിൽ കാണാൻ പറ്റും. മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയത് നമ്മൾ ആ ഒരു ബിഗ് ഗ്യാപ്പ് അപ്പ് ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് മാർക്കറ്റിൽ വീണ്ടും അത് റിവേഴ്സ് ആയതുകൊണ്ടാണ് ഒരു റെഡ് ക്യാൻഡിൽ ആയിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്തത്. പക്ഷെ മാർക്കറ്റ് എനിവേ കഴിഞ്ഞ വീക്കിന്റെ നല്ലൊരു അപ്സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ളത് എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ സോ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ക്യാൻഡിൽ ഇതേപോലെ തന്നെ ഒരു ഇൻഡിസിഷൻ ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. എനിവേ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം നമ്മൾ ഇവിടെ കാണാൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് നിഫ്റ്റി ഈ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഗ്യാപ്പ് ഇപ്പോഴും ഫില്ല് ചെയ്തിട്ടില്ല. ആ ഇലക്ഷൻ ഉണ്ടായിരുന്ന ഗ്യാപ്പ്. ഇനി ബാങ്ക് നിഫ്റ്റി ബിയറിഷ് ആവുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ഫില്ല് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയും ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും മാർക്കറ്റിൽ റിയാക്ട് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞതുപോലെ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് മൺഡേ ഉള്ള മാർക്കറ്റിന്റെ റിയാക്ഷൻ നോക്കിയിട്ട് ആ വീക്കിലേക്കുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ്. നമുക്കിവിടെ ഈ ഒരു ലെവൽ, അതായത് 51,800 ഈ ഒരു ലെവൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാം. ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാണ് നമുക്ക് ഈ വീക്കിൽ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് അപ്സൈഡ് പോയിട്ട് ഈ ഒരു ലെവൽ, അതായത് നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ലെവലാണ് 52,500 എന്നുള്ള ലെവൽ. ഈ ലെവലിലാണ് മാർക്കറ്റ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായിട്ടുള്ള ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന റേഞ്ചാണ്. സോ കഴിഞ്ഞ വീക്കിൽ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്തതാണ്. പക്ഷേ അന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ ഇനിയും ഒരു മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 52,500 എന്നുള്ള ലെവൽ നമുക്ക് അപ്സൈഡ് ഇമ്പോർട്ടന്റ് ആണ്. സോ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് 51,800 എന്നുള്ള ലോവറിൽ സപ്പോർട്ട് ലെവലും 52,500 ലെവലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എടുക്കാം. മാർക്കറ്റ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. മൺഡേയിൽ മാർക്കറ്റിന്റെ റിയാക്ഷൻ എങ്ങനെയാണ്, GDP ഗ്രോത്ത് എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്. സോ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതേപോലെ മാർക്കറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് 24,350, അതായത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു ലെവൽ കഴിഞ്ഞ 4 ദിവസം റെസിസ്റ്റൻസ് എടുത്ത ലെവലാണ്. മാർക്കറ്റ് വന്ന് ഇനിയിപ്പം ഈ ഒരു ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള അടുത്ത ലെവൽ എന്ന് പറയുന്നത് 24,500 എന്നുള്ള ലെവലായിരിക്കും. അതല്ല മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് ഈ ഒരു ലെവൽ 22,800 എന്ന ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോവർ സൈഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എനിവേ ഇതൊക്കെ മാർക്കറ്റിന്റെ കണ്ടീഷൻ, മൺഡേ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം എടുക്കാം. നോർമലി മൺഡേ ഒരു ബൈയിങ് മൂവ്മെന്റ് ആണ് നടത്താറുള്ളത്. ഇനിയിപ്പോൾ മൺഡേ ഓപ്പൺ ചെയ്ത് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ വന്ന് സെല്ലിംഗ് സസ്റ്റെയിൻ ചെയ്യാണ് നമുക്ക് ഈ വീക്കിൽ കൂടി അടുത്ത വീക്കിൽ കൂടി സെല്ലിംഗിൽ തന്നെ ആയിരിക്കും പോസിബിലിറ്റി ഉണ്ടാവുക. കാരണം ഈ ഒരു GDP ഡാറ്റ വന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും ഒരു ബൈയിങ്ങിലേക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത്. കാരണം ഈ GDP ഡാറ്റ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സോ ഇതൊക്കെയാണ് വീക്കിലിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.